ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ പുതിയ വിശേഷം കേട്ടാലോ? ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ ഒരു ഫുൾ വിശേഷ ഇൻട്രോ പോലെ നമുക്ക് കേട്ട് നോക്കാമല്ലോ. നമ്മുടെ ഭൂമിയും നമ്മുടെ അജയും എന്തൊക്കെയാണ് പുതിയ പ്ലാനും പദ്ധതികളും, നമ്മുടെ അഞ്ജനെ ഇനി എങ്ങനെയാണ് നമ്മുടെ അജയെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാട്ടോ. അപ്പോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമിയെയും നമ്മുടെ സത്യദാസിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഭൂമിയെ കണ്ട സത്യദാസ് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിലും പഞ്ചായത്തിന്റെ ഒരു വില്ലേജിലേക്ക് പോകാനുള്ള ഒരു ആവശ്യമായിട്ട് വന്നിരുന്ന സത്യദാസ് ഭൂമിയോട് പറയുക. അങ്ങനെ ഭൂമി എപ്പോ കണ്ടിരുന്നാലും സത്യന്റെ ഉള്ളില് തന്റെ മകള് എന്ന് വെച്ചാൽ തന്റെ ഭാര്യയുടെ അതേ ഒരു മുഖച്ഛായയും ആ ഒരു ശരീര പ്രകൃതവും. അപ്പൊ ഒരു നിമിഷം എങ്ങനെയാണെങ്കിലും സത്യ ഭൂമി ഇങ്ങനെ നോക്കി നിൽക്കട്ടോ. അപ്പോ ഞാൻ പോയിട്ട് മോളെ ടീ ഷോപ്പിൽ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്തിന് പെട്ടെന്ന് ശ്രദ്ധയില്ലാണ്ട് നിൽക്കുമ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് സത്യ ഇടിക്കാൻ വരില്ല. സത്യയുടെ അശ്രദ്ധ കൊണ്ടാണ്. അപ്പോഴേക്കും ഭൂമി ഓടി ചെന്ന് പിടിച്ചു മാറ്റിയിരുന്നോ. അപ്പോ സത്യ പെട്ടെന്ന് ഞെട്ടിത്തിരിക്കുകയാണ്. അപ്പൊ ആ സീനൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോ ഇപ്പം വണ്ടി ഇടിച്ചിട്ടൊന്നും ശ്രദ്ധിക്കേണ്ടായിരുന്നു സാറേ എന്ന് ചോദിക്കുമ്പോ, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ എനിക്ക് ആരാ മോളെ ഉള്ളത്, എന്റെ ഓർത്ത് ആരാ വിധിപ്പിക്കാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഭൂമിക്ക് ഭയങ്കര ഒരു വിഷമമാവുന്നു കേട്ടോ. ആകെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഭൂമി ഓരോ ഷോപ്പിലും ചെന്നിട്ട് സാറിന്റെ മകളുടെ ആ ഫോട്ടോ, മിസ്സിംഗ് ഫോട്ടോ ഇങ്ങനെ ഭൂമി പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് ഭൂമി ഇങ്ങനെ ഒട്ടിച്ചിട്ട് നിൽക്കുമ്പോൾ തന്നെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ആരാ നമ്മുടെ സൗഭാഗ്യപുരമാണ് കാണിക്കുന്നത് കേട്ടോ. സൗഭാഗ്യപുരത്തെ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ സംഗീതയും അതുപോലെ നമ്മുടെ ഭവാനിയൊക്കെ ഉണ്ട്. അപ്പൊ അതില് നമ്മുടെ ഈ ഭവാനിയും സംഗീതയും കൂടെ സംസാരിക്കുകയാണ്. അതായത് ഭവാനിയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ സംഗീത പറയുന്നുണ്ട്, ഭവാനി ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ മുഖത്തിനൊക്കെ നല്ല തെളിച്ചയും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ അത് വേറൊന്നും കൊണ്ടല്ല, തന്റെ മോളുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തില്ല, അതിന്റെ ഒരു സന്തോഷം. ഇനി മുതൽ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലൊന്നും ഭവാനിക്ക് വേണ്ട. ആ ഒരു സന്തോഷമാണ് ഭവാനിയുടെ മുഖത്ത് കണ്ടത്. ആര്? നമ്മുടെ സംഗീത. അപ്പം സംഗീതയ്ക്ക് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം. അവർക്കൊരു ഹൗസ് വാമിങ് ഉണ്ട്. അപ്പൊ നമ്മുടെ അമ്മയും സൗഭാഗ്യ അമ്മയും സംഗീതയും കൂടെ പോകണം. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, ഭവാനി നീ ഇവിടെ ഇനി ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീയും കൂടെ പോര്. അപ്പൊ അഞ്ജന എവിടെയെന്ന് ചോദിക്കുമ്പോ അഞ്ജന കല്യാണമൊക്കെ അല്ലേ, അവളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിക്കേനെന്ന് പറയും. അപ്പൊ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഭവാനി പറയും, ഇല്ല അമ്മേ നിങ്ങൾ പോയിട്ട് വാന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ഫോൺ എടുത്തിട്ട് നമ്മുടെ ഭൂമിയെ വിളിക്കുകയാണ്. മോളെ, മോക്കിന് തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടം വരെ വരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭൂമി പറയും ഫോൺ എടുത്തിട്ട്, അതിനെന്താ മുത്തശ്ശി ഞാൻ വരാലോ എന്ന് പറയും. ആയിക്കോട്ടെ മോളെ, ഞാൻ ഒരിടം വരെ പോവാണ്, പോയിട്ട് വരുമ്പോഴേക്കും മോൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി പോവാണ്. അപ്പോഴാണ് ഇവര് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ആര്? സംഗീതയും നമ്മുടെ സൗഭാഗ്യ അമ്മയും കൂടെ പോവാണ് കാറിച്ചത്. ഈ സമയം നമ്മുടെ ഭവാനി പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ഇനി എങ്ങനെ ഭൂമി ഇവിടെ വരികയാണെങ്കിൽ അതായത് അഭിരാമിയാണ് എന്നുള്ളത് കൺഫേം ആയി കഴിഞ്ഞു. അപ്പോൾ സത്യയുടെ മകളായ ഭൂമിയെ ഇവിടെ വെച്ച് കൊല്ലാനുള്ള ഒരു പദ്ധതി നമ്മുടെ ഭവാനി ആസൂത്രണം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാൽ കിച്ചണിൽ എന്തോ ഒരു കറണ്ട് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ട് അത് ഷോക്ക് അടുപ്പിച്ച് കൊല്ലാനുള്ള ഒരു ശ്രമമാണ് ഭവാനി ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്ലഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ഭൂമി വരും. അപ്പം അമ്മ പറഞ്ഞിരിക്കുന്നത് ഭൂമി വരികയാണെങ്കിൽ ഇവിടെ പിടിച്ചിരുത്തണം, ഞങ്ങൾ വേഗം പോയിട്ട് വരാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭവാനി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയം നമ്മുടെ അച്യുതനെയും നമ്മുടെ പിന്നെ അംബികയും കാണിക്കുന്നുണ്ട്. അതായത് അച്യുതൻ എന്തൊക്കെയോ ചില ഓർമ്മകളും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ സ്റ്റക്ക് അടിച്ച് നിൽക്കുന്നത്. അപ്പൊ അംബിക ചെന്ന് വിളിച്ചിട്ട് ഇതെന്താ ഒരു അനക്കവും ഇല്ലല്ലോ, ഇങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ അച്ചുവെട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് അച്യുതൻ നിൽക്കുന്നത്. അപ്പൊ എന്താ ഇങ്ങനെ നിൽക്കുന്ന, വേദന എന്തെങ്കിലും ഉണ്ടോ, ഞാൻ മോളെ വിളിക്കട്ടെ, എന്നെ മെഡിസിൻ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാന്ന് പറയണതും അച്യുത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, എപ്പോഴും എന്തിനും ഏതിനും നീ എന്തിനാ മോളെ വിളിക്കണ, ഈ മോളില്ലാണ്ടായ നീ എന്താ ചെയ്യണേന്ന് ചോദിക്കും. അപ്പൊ അംബിക ചോദിക്കും, അയ്യോ ഇതെന്തപ്പാ, എന്തിനാ ഇങ്ങനെ ചൂടാവണത്, അതിന് മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ. അപ്പൊ പറയും, പിന്നെ അല്ലാണ്ട് എന്തിനും ഏതിനും നിനക്ക് മോളെ അപ്പൊ തന്നെ വിളിക്കണം, ഈ മോളില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, അവിടെ മോളില്ലാണ്ടാവാൻ മോളെ എന്താ കെട്ടിച്ച് വിടണോന്ന് അംബിക ചോദിക്കും. കെട്ടിച്ച് വിടാനല്ല, അവൾ ഇവിടെ ഇല്ലാണ്ടാവുകയാണ്, അപ്പൊ നീ എന്ത് ചെയ്യും
എന്തിനാ അച്ചുവേട്ടാ അങ്ങനെയൊക്കെ പറയണത്? അപ്പോഴേക്കും അംബികയുടെ മുഖമൊക്കെ വാടിയിട്ടോ. അപ്പൊ അച്യുതൻ അംബികേനെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയും, നിനക്കറിയോ നമ്മുടെ മകളെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുമെന്ന് പറയണ കേട്ടോ. അത് കേൾക്കുമ്പോൾ അംബികയുടെ മനസ്സങ്ങ് വല്ലാണ്ട് സങ്കടപ്പെടാണ്. എന്തിനാ അച്ചുവേട്ടാ വേണ്ടാത്തൊക്കെ ഇങ്ങനെ പറയണത്? ആവശ്യമില്ലാണ്ട് ഓരോന്ന് എന്തിനാ അച്ചുവേട്ടാ ഇങ്ങനെ വലിച്ച് മനസ്സിൽ കൂട്ടണേന്ന് ചോദിക്കും. അല്ല, നമ്മുടെ മകള് അവളുടെ അച്ഛന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ അംബിക ചോദിക്കും, എന്തൊക്കെയാ അച്ചൂടെ ഈ പറയണേ? അപ്പൊ പറയും, അതെ, അവള് ഇനി അധികം താമസിയാണ്ട് തന്നെ അവള് അവളുടെ അച്ഛന്റെ അടുത്തോട്ട് പോവാണ്. അപ്പൊ അംബിക ചോദിക്കും, അവക്കറിയോ ആരാണ് അവളുടെ അച്ഛനെന്ന്? അതൊന്നും അറിയില്ല. ആരാ അച്ചൂടെ അവളുടെ അച്ഛൻ? അതൊന്നും പറയാൻ സമയമായിട്ടില്ല അംബികയെന്ന് അച്യുതൻ പറയും കേട്ടോ. കാരണം അച്യുതൻ അറിയാം, കാരണം സത്യദാസ് സൗഭാഗ്യപുരം വീട്ടിലാണ് അവളിപ്പോ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സത്യയുടെ മകളാണ് നമ്മുടെ ഭൂമി, അതായത് അഭിരാമി എന്നുള്ളത് അച്യുതന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പം ആ അച്ഛന്റെ അടുത്ത് തന്നെ മകള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നായാലും ആ തിരിച്ചറിവ് അയാൾ അറിയുകയും ചെയ്യും, നമ്മുടെ ഭൂമി അയാൾ എടുക്കുകയും ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ അംബിക പറയണ, അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അച്ചുവേട്ടാ പിന്നെ നമുക്ക് ജീവിച്ചിരിക്കണ്ട കേട്ടോ. നമ്മുടെ മോളില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് മരിക്കണതാ പിന്നെ അച്ചുവേട്ടാ നല്ലതെന്ന് പറയും. കാരണം അത് അത്ര ചങ്ക് പൊട്ടി. കാരണം അവരെ ജീവിതത്തില് അവരെ മകളാണ് അവർക്ക് ഏറ്റവും വലുത്. ഇത്രയും വർഷമായിട്ടും ഇതുവരെയും ഒരാള് പോലും അവളെ തേടി വന്നിട്ടില്ല. അപ്പൊ ഇപ്പോ അങ്ങനെ ഒരു അവസ്ഥ അതിലോട്ട് പോവാന്ന് കേട്ടപ്പോ അംബികയ്ക്ക് അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അവര് സംസാരിച്ചിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഭൂമി നമ്മുടെ സൗഭാഗ്യപുരത്തോട്ട് പോവുകയാണ്. കാരണം അവിടുത്തെ സൗഭാഗ്യ മുത്തശ്ശി വിളിച്ചായിരുന്നല്ലോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭവാനി ഭയങ്കര സ്വീകരണമാണ് ഭൂമിക്ക് കൊടുക്കണം. ആഹാ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഭയങ്കരമായിട്ട് അങ്ങ് അവളെ പതപ്പിച്ചെടുക്കും പോലെ ഭൂമിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഒരു കൊലക്കെണിയിലോട്ടാണ് ഭൂമിനെ കൈ പിടിച്ച് കയറ്റുന്നത് എന്നുള്ളത് ഭൂമിക്ക് അറിയില്ല. അങ്ങനെ ഭൂമിയായിട്ട് സംസാരിച്ചിട്ട്, അമ്മ ഇപ്പൊ വരും, അമ്മ ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടി പോയിക്ക, നീ വരാണെങ്കിൽ നിന്നെ ഇവിടെ പിടിച്ചിരുത്താനാ പറഞ്ഞേക്കുന്നതെന്ന് പറയാം. അങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കും. അയ്യോ, നിനക്കൊരു ചായ പോലും ഇട്ടുതരാൻ പറ്റില്ലല്ലോ മോളെ, ഇന്ന് ഇവിടുത്തെ സെർവന്റ് ലീവാ, കിച്ചണാണെങ്കിൽ ആകെ കോലം കെട്ട് കിടക്കാം, മോക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ ഭൂമി പറയും, അതിനെന്താ, ഞാൻ ചെയ്യാലോ ആന്റി എന്ന് പറഞ്ഞിട്ട് ഭൂമിയും കൂട്ടി നേരെ ഭവാനി ആ കിച്ചണിലോട്ട് പോവാൻ കേട്ടോ. അവിടെ നമ്മുടെ ഭൂമിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഷോക്കടിപ്പിച്ച് അപായപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ചെയ്ത് ഭവാനി വെച്ചൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയും, ദേ സിങ്കിനകത്ത് കുറേ പാത്രങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ആദ്യം ഒരു കാര്യം ചെയ്യും, ഈ നിലമൊക്കെ ഒന്ന് തൂത്തുവാരി തുടച്ചിട്ട് അതിനുശേഷം ക്ലീൻ ചെയ്താൽ മതി, പാത്രമൊക്കെ ക്ലീൻ ചെയ്താൽ മതി എന്ന് പറയും. ശരി ആന്റി എന്ന് പറഞ്ഞിട്ട് ഭവാനി പതുക്കെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭവാനി കാത്തിരിക്കുകയാണ്, ആ ഷോക്ക് അടിക്കുന്നതിന്റെ നിലവിളി കാതിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയം നമ്മുടെ ഭൂമി ആദ്യം തൂത്തൊക്കെ ഇറക്കി എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ആ പൈപ്പ് അങ്ങ് ടാപ്പ് തുറന്നിടുകയാണ് കേട്ടോ. ആ സമയം ഭൂമിയുടെ മൊബൈലിലോട്ട് ആരോ വിളിക്കണം. അങ്ങനെ ഭൂമി കുറച്ച് മാറി സംസാരിക്കുകയാണ്. പക്ഷെ ഭൂമി ടാപ്പ് ഓഫ് ചെയ്യാനായിട്ട് മറന്നു കേട്ടോ. അപ്പം വെള്ളം ഇങ്ങനെ സിങ്കിലോട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭവാനി നോക്കുമ്പോൾ ഇത്രയും നേരമായിട്ടും അവൾ എന്തായിരിക്കും വിളിക്കാത്തത്? ഇനിയിപ്പോ കറണ്ട് എങ്ങാനും പോയി കാണോ? അല്ല എങ്കിലും ഇനി ഇൻവെർട്ടർ ആണോ? അങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകൾ. ഇനി ഷോക്ക് അടിക്കാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഭവാനി ചെന്ന് നോക്കുമ്പോൾ ഭൂമി അപ്പുറത്തോട്ട് മാറി നിന്ന് ആരുടെ അടുത്തോ മൊബൈലിൽ സംസാരിക്കുകയാണ്. അപ്പോൾ സിങ്കില് പാത്രമൊന്നും കഴുകിയിട്ടില്ല. അപ്പൊ അവിടെ വന്നാലാണ് ആണല്ലോ ഷോക്ക് അടിക്കത്തുള്ളൂ. അങ്ങനെ ഭവാനി അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ സിങ്കില് വെള്ളം ഇങ്ങനെ ടാപ്പിൽ നിന്ന് കയറി കയറി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭവാനിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവസാനം ആ സിങ്ക് കവിഞ്ഞൊഴുകി വെളിയിലോട്ട് വെള്ളം വരണതും ഈ കറണ്ട് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വയർ ഭവാനി ഓൺ ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ വയറിന്ന് കറണ്ട് ഈ വെള്ളവും കൂടെ തമ്മിൽ ചേർന്നിട്ട് ഭവാനീനെ അങ്ങ് ഷോക്ക് അടിക്കാൻ കേട്ടോ. ഭവാനി നിന്ന് വിറയ്ക്കാണ്. താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണു എന്ന് പറയും പോലെ ഭവാനിക്ക് ഷോക്ക് അടിച്ച് കിടന്ന് വിറയ്ക്കാണ്. ഈ ഒച്ച കേട്ട് ഭൂമി ഓടി വരുമ്പോഴേക്കും നമ്മുടെ ഭവാനീനെ ഷോക്ക് അടിക്കുക കേട്ടോ. അപ്പോഴേക്കും ഭൂമി എന്താ ചെയ്യണേ, പെട്ടെന്ന് തന്നെ അവിടെ ആ നിലം തൂക്കുന്ന പോലത്തെ ആ ഒരു തടി പോലത്തെ സംഭവം വെച്ചിട്ട് ഭവാനീനെ ഒറ്റ അടി കൊടുത്തിട്ട് തെറിച്ച് ഭവാനി അങ്ങ് വീഴുകയാണ് കേട്ടോ. അങ്ങനെ ആ വീണ് കിടക്കുന്ന ഭവാനീനെ പെട്ടെന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ച് സെറ്റിയിലൊക്കെ കൊണ്ടിരുത്തുന്നുണ്ട്. പക്ഷെ ഭവാനി അങ്ങ് വല്ലാണ്ടായി പോയായിരുന്നു കേട്ടോ. ആ അടിച്ച ഭാഗം കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പം ഭൂമി ചോദിച്ചായിരുന്നു, മാഡം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോകാം, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ പറയും, വേണ്ട വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ ഭവാനി അവിടെ ഇരിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടാണ് മുത്തശ്ശി വരാത്തത് കൊണ്ട് ഭൂമി നേരെ ഷോപ്പിൽ
ഷോപ്പിലോട്ട് വരികയാണ്. അപ്പൊ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഷോപ്പ് അടയ്ക്കാനുള്ള ടൈമൊക്കെ അപ്പൊ അവിടെ നമ്മുടെ ഉമ്മ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം നമ്മുടെ ഭൂമിയെ കാണാൻ വരാറുള്ള ഒരു ഉമ്മ. അപ്പോ അവിടെ എന്തോ ഉമ്മയുടെ വീട്ടില് അവര് ഉമ്മാനെ ആരോ ഉപദ്രവിക്കുക എന്തോ ചെയ്തു. അപ്പൊ നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പൊ ഭൂമി ഇല്ലാത്തതുകൊണ്ട് ആ ഉമ്മ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഭൂമി രാത്രി വരുന്നത്. അപ്പൊ ഭൂമി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നാളെ ഉമ്മ വാ, നമുക്കൊരു കംപ്ലൈന്റ് ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാന്ന് പറയും. അപ്പം ബസ് കാശൊക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ട് മോളേന്ന് പറയും. ഞാൻ ചായ കുടിച്ച് പൈസ കൊടുത്തിട്ടില്ല മോളേന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമി ഒരു 100 രൂപ അവിടെ നിന്ന് എടുത്തിട്ട് ഉമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. വേണ്ടാന്നൊക്കെ ഉമ്മ പറഞ്ഞുവെങ്കിലും ഭൂമിയുടെ നിർബന്ധപ്രകാരം ആ പൈസയൊക്കെ മേടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പം കട അടയ്ക്കട്ടെ എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. ഭൂമിയെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന ചേച്ചിയാണ്. അപ്പൊ പറയില്ല ചേച്ചി, ചേച്ചി പോക്കോ, ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കുള്ളൂ. ഇനിയിപ്പോ രാത്രി കുറച്ച് നേരം കൂടെയൊക്കെ കച്ചവടം ചെയ്താലേ പറ്റൂ, പൈസയ്ക്കൊക്കെ ഒരുപാട് ആവശ്യമാണ്. അപ്പോഴേക്കും സ്ഥിരമായിട്ട് അവിടെ ചായ കുടിക്കുന്ന നമ്മുടെ കഥാകൃത്തുക്കളുണ്ടല്ലോ രണ്ടുപേര്, ഭൂമിയുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് ഭൂമി ഞങ്ങളുടെ അഡ്വാൻസ് കിട്ടി കഴിയുമ്പോഴേക്കും ഞങ്ങള് പറ്റൊക്കെ തീർക്കാട്ടോ, അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് ലോഹ്യത്തില് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ സൗഭാഗ്യപുരം കാണിക്കുകയാണ്. അതായത് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഭവാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് നമ്മുടെ മുത്തശ്ശിയും സംഗീതയൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഭവാനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ അമ്മ ഇത്രയും ലേറ്റ് ആയത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മുടെ സൗഭാഗ്യമ്മ പറഞ്ഞു, ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തോന്നൽ, എനിക്ക് മൂന്നാർ വരെ ഒന്ന് പോകണം, നമ്മുടെ സത്യം നടത്തുന്ന എസ്റ്റേറ്റും കാര്യങ്ങളല്ലേ, എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി മോളെ എന്ന് പറഞ്ഞു. അപ്പൊ പോയി കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സൗഭാഗ്യമ്മ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നമ്മുടെ സുമിത്രയും അഭിരാമിയും കാണാതായ ആ സ്ഥലത്ത് പോയായിരുന്നു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഭവാനിയുടെ മുഖമൊക്കെ മാറിയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനെ കണ്ടായിരുന്നു. അയാൾ എന്തൊക്കെയോ നമ്മളോട് പറയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് പ്രായം ചെന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ പറയുന്നതൊന്നും തിരിയുന്നില്ല. അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭവാനിയുടെ കണ്ണുകളും മനസ്സും ആകെ ഒരു ഇതാവാണ്. അയാൾ എന്താ പറയാൻ ശ്രമിച്ചേ അമ്മേ, എന്താ അയാൾ പറഞ്ഞത്? അപ്പം അമ്മ പറഞ്ഞു, സൗഭാഗ്യമ്മ പറഞ്ഞു, ഒന്നും വ്യക്തമായില്ല, ഒന്നും ക്ലിയർ ആയില്ല. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സൗഭാഗ്യമ്മ ഭവാനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഭൂമി വന്നായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഭവാനി പറഞ്ഞു, ആ വന്നായിരുന്നോ, വന്ന് ഇത്രയും നേരം കാത്തിരുന്നിട്ട് പിന്നെ പോയി. ഓ, മോളെ വിളിച്ച് പറയാനും മറന്നുപോയി ഭവാനി എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അവള് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഭവാനി കൈ ഇങ്ങനെ തിരുമ്മണം. അപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയാം, കൈക്കൊരു വേദന, എന്തെങ്കിലും മരുന്ന് തേക്കെന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം സംഗീതയുടെ അടുത്ത് പെട്ടെന്ന് തന്നെ ഭവാനി ചോദിക്കുന്നുണ്ട്, അല്ല ആ വയസ്സായ ആള് വേറെ എന്തെങ്കിലും പറഞ്ഞോ, അമ്മയോട് വേറെ എന്തെങ്കിലും പറഞ്ഞോ? അപ്പം സംഗീത പറഞ്ഞു, ഇല്ല, വേറൊന്നും പറഞ്ഞില്ല, എന്തൊക്കെയാ അയാൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും തിരിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് സംഗീതയും പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഭവാനി പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് എത്രയും വേഗം ഈ അഭിരാമീനെ കൊന്നില്ലെങ്കിൽ അത് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തോന്നല് വരെയാണ്. അങ്ങനെ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും കൂടെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം വൈൻഡപ്പ് ആവുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഒപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ കൃത്യം 1 മണിക്ക് നമ്മുടെ ഇവർ വിവാഹിതരായാൽ ഈ പരമ്പര ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ രാത്രി 7 മണിക്ക് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ പ്രൊമോ വിശേഷം, നാളെ വരുന്നതിന്റെ എപ്പിസോഡിന്റെ പ്രൊമോയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് തരണം, സ്കിപ്പ് അടിക്കാണ്ട് എല്ലാവരും കാണുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.